വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ ഭക്ഷണ കാര്യത്തിൽ എത്രത്തോളം സ്വയം പര്യാപ്തമാകാം? ഒരു വെറ്റിനറി സർജനായിട്ടല്ല, ഒരു വീട്ടമ്മയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വിഷയവുമായി എത്തുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഒരു പശു ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ? എനിക്ക് ഒരു നാടൻ പശുവാണുള്ളത്. അപ്പോൾ ആ നാടൻ പശുവിനെ ഞാൻ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്നും അതിൽ നിന്ന് എന്തൊക്കെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനുമുള്ള ഗുണങ്ങളെന്നുമാണ് ഞാൻ ഇന്ന്. ആദ്യമായി വിവിധ ഇനം പശുക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. സങ്കര ഇനം പശുക്കളും നാടൻ പശുക്കളും ഉണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിലും ഒരു തൊഴിലെന്ന രീതിയിലും പ്രവർത്തിക്കുന്നവർക്ക് സങ്കര ഇനം പശുക്കളെ വളർത്തുന്നതാണ് നല്ലത്. എന്നാൽ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ പാലും പാലുൽപ്പന്നങ്ങളും തയ്യാർ ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും നാടൻ പശുക്കളാണ് നല്ലത്. നമ്മുടെ തനതായ നാടൻ പശുക്കളായ വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ, ചെറുവള്ളി, കൃഷ്ണ എന്നിങ്ങനെ ഒട്ടനവധി തരം നാടൻ പശുക്കളുണ്ട്. ഇനമേതായാലും കുറച്ച് പാല് കിട്ടുന്നതും അതും ഔഷധ ഗുണമുള്ള പാല് കിട്ടുന്നതുമായ നാടൻ പശുക്കളുടെ പ്രചാരം ഇപ്പോൾ മുൻപത്തേക്കാളേറെ വർദ്ധിച്ചിരിക്കുന്നു. ഒരു നാടൻ പശുവിനെ എങ്ങനെ പരിപാലിക്കാമെന്ന് നോക്കാം. ഇതെൻ്റെ വീട്ടിലെ പശു. ഇവളുടെ പേര് ലക്ഷ്മി. ഇവളുടെ ഒരു ദിവസം എങ്ങനെയെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ഞാനൊന്ന് പറയാം. രാവിലെ തന്നെ കുളി കഴിഞ്ഞ് കറവയ്ക്കായി റെഡിയായി നിൽക്കുകയാണ്. കറന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കലക്ക് അഥവാ ഖരാഹാരം കൊടുക്കും. ചില സമയത്ത് കറവയുടെ ഇടയിൽ തന്നെ കൊടുക്കാറുണ്ട്. കറന്നു കഴിഞ്ഞ് കുട്ടി ആവശ്യത്തിന് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവൾ കലക്ക് കുടിക്കും. ആദ്യകാലത്ത് ഞങ്ങൾ ഖരാഹാരം കറവയ്ക്ക് ശേഷമായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ പിന്നീട് കറവ നടക്കുമ്പോൾ തന്നെ കൊടുക്കാൻ തുടങ്ങി. കാരണം അപ്പോൾ അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചപ്പോൾ അവൾ കുറച്ചുകൂടി കറവ നടക്കുന്ന സമയത്ത് സഹകരണം കാണിക്കുന്നതായി തോന്നി. അതുകൊണ്ട് ഇപ്പോൾ കറവയോടൊപ്പം തന്നെയാണ് ഖരാഹാരം കൊടുക്കുന്നത്. ഈ ഖരാഹാരത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഗോതമ്പ് തവിട്, പിണ്ണാക്ക്, പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, ഉപ്പ് എന്നിവയാണ് ഇതിലുള്ളത്. കുട്ടിക്കും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അവൾക്ക് 3 മാസം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളും ലേശം ഖരാഹാരവും വെള്ളവും ഒക്കെ കഴിക്കുന്നുണ്ട്. ഖരാഹാരം കഴിച്ചതിന് ശേഷം പുല്ലും വൈക്കോലും ആവശ്യത്തിന് കൊടുക്കുന്നു. പുല്ലും വൈക്കോലും ഒക്കെ തിന്ന് അവൾ വിശ്രമിക്കുന്നു. ഉച്ചയാവുമ്പോൾ വീണ്ടും കഞ്ഞിവെള്ളവും പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളും ചേർത്ത് ഒരു ലഘുഭക്ഷണവും ഇത്തിരി പുല്ലും. വൈകുന്നേരവും അങ്ങനെ തന്നെ. വൈകുന്നേരം ലഘുവല്ല, ഇത്തിരി കൂടെ നന്നായി കൊടുക്കും. അതിനുശേഷം ഒരു മേയൽ പതിവുള്ളതാണ്. എന്തൊക്കെയാണ് അവളിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെന്ന് നോക്കാം. പാലിൻ്റെയും തൈരിൻ്റെയും കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. വെണ്ണ എടുക്കുന്ന വിധം ഒന്ന് പറയാം. തൈര് ഉറയൊഴിച്ച് വെക്കുക. അതിനുശേഷം ആദ്യം മിക്സിയിൽ നന്നായി ഒരു 2 മിനിറ്റെങ്കിലും ഈ തൈരൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മത്തുപയോഗിച്ച് കടഞ്ഞെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വെണ്ണ വേർപെട്ട് വരുന്നത് കാണാം. ഈ വെണ്ണ എടുത്ത് 1-2 പ്രാവശ്യം ഒന്ന് കഴുകി ഊറ്റി ഒരു ഉണ്ട പോലെ തന്നെ നമുക്ക് വെണ്ണ എടുക്കാൻ പറ്റും. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ അതൊരു കുപ്പിക്കകത്താക്കി സൂക്ഷിച്ച് വെക്കുക. കുറച്ചാകുമ്പോൾ ആ വെണ്ണ ഉരുക്കി നെയ്യാക്കാം. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. വെണ്ണ ഉരുക്കി നെയ്യാക്കുന്നതിനായി ഒരു ചൂടുള്ള ചീനച്ചട്ടിയിൽ ഇട്ട് അടുപ്പത്ത് വെക്കുക. നന്നായി ഇളക്കി ഈ ഒരു പരുവം എത്തുമ്പോൾ നിർത്തുക. ഒന്ന് തണുത്തതിന് ശേഷം അരിച്ച് കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പശുവിൽ നിന്ന് പാലും തൈരും വെണ്ണയും നെയ്യും റെഡി. ഇനിയിപ്പോൾ എങ്കിൽ ഇത്തിരി പനീർ ഉണ്ടാക്കി നോക്കാം. തിളയ്ക്കുന്ന പാലിലേക്ക് 1 നാരങ്ങയുടെ നാരങ്ങാ നീര്, അതായത് ഒരു 1/2 ലിറ്റർ പാലിന് ഒരു ചെറിയ നാരങ്ങയുടെ നീര് മതിയാവും. 1 ലിറ്ററിന് ഒരു 1.5 നാരങ്ങയുടെ നീര് മതിയാവും. ഈ നാരങ്ങാ നീര് തിളയ്ക്കുന്ന പാലിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ പാല് ഈ രൂപത്തിലാകും. അത് ഒരു വൃത്തിയുള്ള നേർത്ത തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുക. അരിച്ചെടുക്കുമ്പോൾ ആ അരിച്ച് കിട്ടുന്ന വസ്തു പിഴിഞ്ഞ് നന്നായി പ്രസ് ചെയ്ത് പിഴിഞ്ഞ് എടുക്കുക.
പിഴിഞ്ഞതിന് ശേഷം അതിനെ നന്നായി ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തി ഒരു പാത്രത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോൾഡ്, നമുക്കത് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോൾഡിലിട്ട് അത് സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം, നമുക്ക് കട്ട് ചെയ്യുമ്പോൾ അത് മുറിച്ചെടുക്കുമ്പോൾ നല്ല ചതുരക്കട്ടകളായി തന്നെ കിട്ടാൻ ഇത്തിരൂടെ തണുത്തിട്ട് മുറിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് സാധാരണയായി നമ്മൾ വൈകുന്നേരത്തെ ആവശ്യത്തിനാണെങ്കിൽ രാവിലെ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ തലേദിവസം വേണമെങ്കിലും ചെയ്ത് വെക്കാം. എങ്ങനെ വേണമെങ്കിലും നല്ല രുചികരമായ പനീർ നമുക്ക് ഉണ്ടാക്കാം. ഈ പനീർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന ആ ഒരു ദ്രാവകമുണ്ടല്ലോ, അത് വളരെ നല്ലൊരു ശീതള പാനീയമാണ്. വേഡ് ഡ്രിങ്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പാലിൻ്റെ അംശമുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്ന നാരങ്ങ നീരിൻ്റെ ഒരു ഉപ്പും ഒക്കെ ഉണ്ട്, പുളിരസമുണ്ട്. അതുകൊണ്ട് ഇത്തിരി പഞ്ചസാര കൂടി ചേർത്താൽ രുചികരമായൊരു സോഫ്റ്റ് ഡ്രിങ്ക് റെഡി. പനീർ പിറ്റേന്ന് രാവിലെ എടുത്തപ്പോൾ എനിക്ക് ഈ രീതിയിലാണ് കിട്ടിയത്. അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിലുള്ള പനീർ റെഡി. ഇത് ഒരു കുപ്പിയിൽ മോരും ഒരു കുപ്പിയിൽ വേഡ് ഡ്രിങ്കുമാണ്. വെണ്ണയും റെഡി. അപ്പോൾ നമ്മുടെ പശുവിൽ നിന്ന് എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടിയതെന്ന് നോക്കൂ. നെയ്യ് ഉൾപ്പെടെ ഉള്ള, കൂടാതെ ചാണകവും ഗോമൂത്രവും നമ്മുടെ പച്ചക്കറി കൃഷിക്കുള്ളത് വേറെ. അങ്ങനെ ഒരു പശു ഉണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ സ്വയം പര്യാപ്തത 75% പൂർത്തിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,